നിലവിലുള്ള 55 ദശലക്ഷം അമേരിക്കൻ വിസ അവലോകനം ചെയ്യാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം. സന്ദർശക വിസ ഉൾപ്പെടെയുള്ളവ തുടർച്ചയായി പരിശോധനയ്ക്ക് വിധേയമാക്കും. വിസ അനുവദിച്ചവർ എന്തെങ്കിലും നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ വിസ റദ്ദാക്കി അവരെ നാട് കടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തീരുമാനം. മധു കൊട്ടാരക്കർ അമേരിക്കയിൽ നിന്ന് വീണ്ടും ശരിയാണ്. മധു, കൂടുതലും ഇത് ഇന്ത്യക്കാരെയാണോ ബാധിക്കാൻ പോകുന്നത്? ഒരുപക്ഷെ നമ്മുടെ ഒരു ജനസംഖ്യയിൽ 1% ഉള്ളെങ്കിലും വളരെ പ്രധാനപ്പെട്ട കീ ഏരിയകളിലൊക്കെ ഇന്ത്യൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളവരുണ്ട്. മധു കൊട്ടാരക്കര ഇനി കയറി പോരുമോ? എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കാര്യം ഞാൻ US പൗരനായിപ്പോയി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ എണ്ണം വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഈ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർ അധിക കാലം താമസിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും അതുപോലെ മറ്റ് ചില പ്രോഗ്രാമുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളൊക്കെ അടുത്ത കാലത്തും ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ US വിസയുള്ള 55 ദശലക്ഷം വിദേശികളെയും ട്രംപ് ഭരണകൂടം പരിശോധിക്കുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. നിയമപരമായി ഈ കുടിയേറ്റ സംവിധാനം തടയുവാനുള്ള അവരുടെ തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ കാണുവാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ വഴി എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ വിസ റദ്ദാക്കുവാനും തുടങ്ങുമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികകാലം താമസിക്കുക, അതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുക, പൊതു സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുക, ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുക എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷിക്കുവാൻ പോകുന്നത്. വിസ ഇഷ്യൂ ചെയ്തതിന് ശേഷം വരുന്ന എന്തെങ്കിലും വിവരങ്ങൾ അത് പരിശോധിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവലോകനം ചെയ്യും. തുടക്കത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റപ്പോൾ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെയാണ് തിരിഞ്ഞത്. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ടൂറിസം, അതുപോലെ ജോലി അല്ലെങ്കിൽ വർക്ക് വിസ, സ്റ്റുഡന്റ് വിസ തുടങ്ങി വിവിധ വിസകളിൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെ നിയമപരമായ കുടിയേറ്റത്തെ കുറിച്ചുള്ള അവലോകനങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത് കുറെ കൂടെ വിപുലപ്പെടുത്തുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.